BJP അധികാരത്തിൽ വന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് അന്യമതസ്ഥരിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറയുന്നത് വെറും വാക്കല്ല. നമ്മളറിയുന്ന കോടിക്കണക്കിന് ഭക്തരുള്ള തിരുമല ദേവസ്ഥാനം, അവിടെ ഹിന്ദു എൻഡോമെൻറ്റ് ചാരിറ്റബിൾ ആക്ട് അനുസരിച്ചാണ് കേരളത്തിലെ പോലെ തന്നെ അവിടെ ഭരിക്കുന്നത്. പക്ഷേ തിരുപ്പതി ദേവസ്ഥാനത്തെ ജോലിക്കാരിൽ അല്ലെങ്കിൽ തിരുമല ദേവസ്ഥത്തെ ജോലിക്കാരിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കളല്ലായിരുന്നു. ഏതാണ്ട് 7000 ജീവനക്കാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട തസ്തികകൾ വഹിക്കുന്ന 300 പേർ മറ്റു മതങ്ങളിൽപ്പെട്ടവരായിരുന്നു. 14,000 സ്ഥിരം ജോലിക്കാർ, 14,000-ഓളം കരാർ ജോലിക്കാരുണ്ട്. അതിൽ എത്ര പേർ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഉണ്ടെന്ന് അറിയത്തില്ല. ഭഗവാനെ സേവിക്കാൻ ഹിന്ദുക്കളല്ലാത്ത ആളുകളെയാണ് കുറേ കാലമായി ആന്ധ്രയിലെ കോൺഗ്രസ് സർക്കാരുകൾ അല്ലെങ്കിൽ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. നമ്മൾ കരുതും ഈ റെഡ്ഡി എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഹിന്ദുക്കളാണെന്ന്. അവരൊന്നും ഹിന്ദുക്കളായിരുന്നില്ല. അപ്പോൾ അതാണ് രാജശേഖർ റെഡ്ഡി ക്രിസ്ത്യാനിയാണ്. അപ്പോൾ റെഡ്ഡി എന്ന് കേൾക്കുമ്പോൾ മതം മാറിയ ഹിന്ദുക്കളാണ്. അപ്പോൾ അവർ വന്നിട്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ പദവികളും തസ്തികകളും അവർ സ്വന്തമാക്കുമായിരുന്നു. അത് അവസാനിപ്പിക്കാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചു. വേണ്ട ഈ അഹിന്ദുക്കളായിട്ടുള്ള മുഴുവൻ പേരും ഒന്നെങ്കിൽ VRS എടുത്ത് പിരിഞ്ഞു വെക്കോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെപ്യൂട്ടേഷൻ മേടിച്ച് വെക്കോ എന്ന് പറഞ്ഞു. അത് കൂടാതെ എനിക്ക് ഏറ്റവും അതിനേക്കാൾ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ഈ തിരുമലയിലേക്ക് കയറി പോകുന്നവർക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സ്ഥലം കൊടുത്തു. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പേര് മുംതാസ് എന്നാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് തിരുമല ദേവസ്ഥാനത്ത് ബാർ ഉൾപ്പെടെയുള്ള ഹോട്ടൽ നടത്താൻ മുൻ സർക്കാർ അനുമതി കൊടുത്തു. അങ്ങനെ 20 ഏക്കർ സ്ഥലമാണ് കൊടുത്തത്. ആ അളിപിരിയിലെ മുംതാസ് ഹോട്ടലിന് കൊടുത്ത 20 ഏക്കർ തിരിച്ചു പിടിക്കാനും ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചു. അതൊരു വലിയ മാറ്റമാണ്. കാരണം ഈ ക്ഷേത്രങ്ങൾ ആ ഹിന്ദുമത വിശ്വാസികൾ തന്നെ നടത്തേണ്ടതാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ അവിടെ തിരുമല ദേവസ്ഥാനം ബോർഡ് പാസ്സാക്കി ഈ പ്രമേയം ഇവരെ മാറ്റാനുള്ള. ആ പ്രമേയം ആർട്ടിക്കിൾ 16(5) അനുസരിച്ചിട്ട് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മതസ്ഥാപനത്തിനും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെയാണ് നിയമിക്കേണ്ടത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭരണഘടനാ വ്യവസ്ഥ ലംഘിച്ചല്ലേ സർക്കാരുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ തിരുപ്പതിയിൽ ഹിന്ദുക്കളല്ലാത്തവരെ ജോലിക്കെടുത്തത്, അമ്പലത്തിലെ ജോലികൾക്ക്. അതേ വലിയ തസ്തികകളിലൊക്കെ ജഗൻ റെഡ്ഡി അയാളുടെ ആളുകളെയൊക്കെ തിരികെ കയറ്റുന്നുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ്, ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അകത്തും കൈയിട്ട് വരാൻ വേണ്ടി ഓരോരുത്തർക്കും താല്പര്യമുള്ള ആളുകളെ, അതിപ്പോൾ ചിലപ്പോൾ ഹിന്ദുക്കളും ആകാം, അങ്ങനത്തെ ആളുകളെയൊക്കെ നിയമിച്ചാണ് ഈ തിരുപ്പതി ദേവസ്വം നടത്തിക്കൊണ്ട് പോയിരുന്നത്. അങ്ങനെയാണ് പലപ്പോഴും അവിടെ ഈ വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. അല്ല, ചന്ദ്രബാബു നായിഡു വന്നപ്പോഴാണല്ലോ തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ്, പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന് മനസ്സിലാവുന്നത് നെയ്ക്ക് പകരം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഡാൽഡ എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അത് നെയ്യുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ഡാൽഡ വേറെ ഏർപ്പാടുകളൊക്കെ, വനസ്പതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൃത്രിമമായ കൊഴുപ്പുകളൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്, നമ്മൾ ഇറക്കുമതി ചെയ്തിട്ട് പലതും ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പണ്ടൊരു കോൺട്രവേഴ്സിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പല ക്ഷേത്രങ്ങളും കേരളത്തിലിപ്പോൾ ഗുരുവായൂരിലും ഇങ്ങനത്തെ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അടുത്ത കാലത്ത് പലതും മാറ്റിമറിക്കുന്നുണ്ട്. ഉദയാസ്തമൻ പൂജ, അത് ഈ എന്താ പറയുക, ഈ ക്ഷേത്ര നടത്തിപ്പിനെ പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാത്ത ആളുകളെ കൊണ്ടേ ഇരുത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയാണല്ലോ. തിരുപ്പതിയെ വെട്ടിക്കുക. ക്ഷേത്ര നടത്തിപ്പിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് മാത്രമല്ല, ക്ഷേത്ര വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകൾ വിശ്വാസമില്ല. ഇപ്പം നമ്മൾ ഈ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയാൽ അയാൾക്ക് അമ്പലത്തിൽ എന്താ കാര്യം? അവരവരുടെ പള്ളിയോ മസ്ജിദോ അല്ലേ നോക്കേണ്ടത്. ഇപ്പം കർണാടകയിൽ മറ്റേ അമ്പലങ്ങളുടെ ഭരണസമിതിയിൽ മാനേജിങ് കമ്മിറ്റിയിൽ ഇതര മതസ്ഥരെയും കൂടിയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ ബില്ല് പാസ്സാക്കിയത് കോൺട്രവേഴ്സിയായി. പക്ഷേ അത് ഈ ആർട്ടിക്കിൾ 16(5) ലംഘനമാണത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഇത് ഈ തിരുമല ദേവസ്വം ബോർഡിൻ്റെ
റീകോൺസ്റ്റിറ്റ്യൂട്ട് അതെ, അതെ. ബോർഡിന്റെ ആദ്യത്തെ മീറ്റിംഗിലാണ് ഇത് ആ, ചെയ്തിരിക്കുന്നത്. പുതിയ ചെയർമാൻ BN നായിഡു ആണ് ഇത് BR നായിഡു. BR നായിഡു. അതെ, അദ്ദേഹം ഈ വെങ്കടേശ്വര ഭക്തനും ഒക്കെയാണ്. അതിൻ്റെ അകത്ത് സുചിത്ര എന്ന് പറഞ്ഞിട്ട് ഭാരത് ബയോടെക് ഇന്റർനാഷണലിന്റെ MDയും ഒക്കെ ഇത് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പം തിരുമലയിൽ തന്നെ അന്നമയ്യ ഭവനിലായിരുന്നു ഈ മീറ്റിങ്ങും ഒക്കെ നടന്നത്. അപ്പോൾ VRS എടുത്ത് പോയില്ലെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മടക്കി അയക്കും എന്ന് പറയുന്നുണ്ട്. അത് നടക്കുമോ എന്നുള്ളത് സംശയമാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണെങ്കിലേ പറ്റുള്ളൂ. ഫലത്തിൽ മിക്കവാറും അങ്ങനെ വന്നതാവാൻ സാധ്യത കുറവാണ്. എല്ലാവരും വളരെ സാധ്യത കുറവാണ്. ദേവസ്വം ഈ സ്പെഷ്യൽ പ്രൊവിഷൻ വെച്ചിട്ട് ആന്ധ്രാപ്രദേശ് എൻഡോമെന്റ് ആക്ട് പ്രകാരം എടുത്ത ജീവനക്കാരാണ്. അവർ പുറത്തു പോകേണ്ടി വരും. അതുപോലെ തന്നെ ഈ കരാറുകാരായിട്ട് എടുക്കുന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ പാർട്ടിക്കാരെയൊക്കെ എടുത്ത് ആയിരിക്കും 10,000 എന്നൊക്കെ പറഞ്ഞു. അതെ, 14,000 വലിയ നമ്പറിലേക്കൊക്കെ വന്നത്. കോൺട്രാക്ട് വർക്കേഴ്സ് എത്ര ഉണ്ടെന്ന് കണക്ക് തന്നെ അതിൻ്റെ അകത്തില്ല. 300 സ്ഥിരം ജോലിക്കാരുടെ മാത്രമേ ഉള്ളൂ. ഭരണഘടനയുടെ ലംഘനം മാത്രമല്ലായിരുന്നു. ആന്ധ്രാപ്രദേശ് എൻഡോമെന്റ്സ് ആക്ട്, TTD ആക്ട് 1989 1980 ഗവൺമെൻറ് ഓർഡർ, സർക്കാർ ഉത്തരവ്, ഹിന്ദുക്കളെ മാത്രമേ കാര്യങ്ങളിൽ പാടുള്ളൂ എന്ന നിയമമൊക്കെ ഉണ്ട്. അത് ലംഘിച്ചാണ് ഈ പറഞ്ഞ YSR കോൺഗ്രസും അതിനു മുമ്പ് കോൺഗ്രസും ഒക്കെ അഹിന്ദുക്കളെ തിരുപ്പതി ഭഗവാന്റെ സ്വത്ത് നോക്കാനായിട്ട് നിയമിച്ചിരുന്നത്. അത് അട്ടിമറി നടത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അതിൻ്റെ പിന്നിൽ. ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുക, ഈ ഹിന്ദുമത സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട് വേറെ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അത്. അതല്ലെങ്കിൽ അവിടെ മുംതാസ് ഹോട്ടൽ കാര്യമില്ല. മുംതാസ് ഹോട്ടൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ വിത്ത് ബാർ. അതെ, ഈ മാംസം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലമാണത്. മത്സ്യമാംസാദികളും മദ്യം ഇതൊന്നും ക്ഷേത്രങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയോട് ചേർന്നതാണ് 20 ഏക്കർ ബാർ ഹോട്ടൽ തുടങ്ങാൻ 20 ഏക്കർ പതിച്ചു കൊടുത്തു. അത് ആ 20 ഏക്കറിൽ പിന്നീട് എന്തൊക്കെ വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനത്തെ സംഗതികൾ വരുമായിരുന്നു. ധാരാളം ആളുകൾ ഇതൊക്കെ പിടിച്ചടക്കാനുള്ള ആളുകളും ഒക്കെ അവിടെ വന്ന് ചേരുമായിരുന്നു. അപ്പോൾ ആന്ധ്രയിലെ ഹൈക്കോടതി ഉത്തരവുകളും ഉണ്ട്, അവിടെ ഹിന്ദുക്കളാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്തും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അയാൾ മനഃപൂർവ്വം എടുത്ത് അയാളുടെ ബന്ധുക്കളെ ഒരു അമ്മാവിനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബോർഡിൻ്റെ അകത്ത്. പേര് കെട്ടിയാൽ ഹിന്ദു ആണെന്നേ തോന്നുള്ളൂ. ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇനി അവിടെ പരിഷ്കാരം നടത്താൻ പോകുന്നത് അവിടുത്തെ ക്യൂ, ദർശനം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ 20-30 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള സമയം, കാത്തിരിപ്പ് സമയം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ ശബരിമലയെ അപേക്ഷിച്ച് എന്തുമാത്രം സൗകര്യപ്രദമായി ആണ് ദർശനം അവിടെ കിട്ടുന്നത്. അതെ, അത്രയും തിരക്ക് വരുന്ന ആളുള്ളതുകൊണ്ടാണ്. ഞാൻ തിരുപ്പതി പോയിട്ടുണ്ട്. തിരുപ്പതി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യൂവിൽ നിൽക്കുന്ന ഒരസൗകര്യവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. വളരെ ശാന്തമായി പോകാം. ഇടയ്ക്കിരിക്കാൻ ബെഞ്ചുണ്ട്. കുറേ നേരം ക്യൂ കഴിഞ്ഞ് പോയാൽ വെയിൽ കൊള്ളണ്ട. ഒരു VIP ദർശന്റെ ക്യൂവിൽ ഞാൻ നിന്ന് പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു തുറസായ വലിയ ഹാളിലേക്കായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇരിക്കാം, TV ഉണ്ട്, എല്ലാവർക്കും ചൂട് സമൂസ, ചൂട് പാല് ഇതൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് വീണ്ടും പോകുന്നു. ക്യൂ ആണെന്നുള്ളൊരു തോന്നലേ നമുക്കില്ല. ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ AI ഉപയോഗിച്ചിട്ട് ഈ ക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ 2-3 മണിക്കൂറിലേക്ക് വെയിറ്റിംഗ് ടൈം ചുരുക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. അതായത് പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ശ്രീവാണി ട്രസ്റ്റ് TTD അക്കൗണ്ടുമായിട്ട് മെർജ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഒറ്റ റൂട്ടിൽ കൂടി പോയാൽ മതി, പല ട്രസ്റ്റുകൾ വഴി വേണ്ട. തിരുമല ദേവസ്വത്തിൻ്റെ അക്കൗണ്ട് വേറെ, ശ്രീവാണി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊന്ന്. അല്ല, എനിക്കൊരു സംശയം. നമ്മൾ ഈ പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് ഒരു വലിയ സംസ്ഥാനമാണ് കേരളത്തെ അപേക്ഷിച്ച്. ഇപ്പോഴും ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. എന്നിട്ട് പോലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിലും പ്രധാനപ്പെട്ട പദവികളിലേക്കും അഹിന്ദുക്കളെ നിയമിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് ധൈര്യം ഉണ്ടായത് എങ്ങനെയാണ്? അത് ധൈര്യം ഉണ്ടായാൽ തന്നെ അത് വലിയ പ്രക്ഷോഭം നടത്തി
ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് വരുത്തേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഒരു ഓൾ ഇന്ത്യ പ്രക്ഷോഭം തന്നെ ആകാമായിരുന്നു. കാരണം തിരുപ്പതിയിലേക്ക് അമിതാഭ് ബച്ചനും ഇപ്പോൾ ഉള്ളവരും ഒക്കെ പോകുന്ന സ്ഥലമല്ലേ. അതെ, അത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ വലിയ പ്രക്ഷോഭമായിട്ട് വന്നില്ല. ജഗൻ റെഡ്ഡി അയാളുടെ ബന്ധുവിനെയൊക്കെ എടുത്ത് കമ്മിറ്റിയിൽ വെച്ചപ്പോഴും ഒക്കെ ഇത് വാർത്തകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതൊരു അഖിലേന്ത്യാ പ്രക്ഷോഭമോ ആയിട്ട് മാറിയില്ല. മാറിയില്ല. ഹിന്ദുത്വ ശക്തികൾ പോലും അത് ഏറ്റെടുത്തില്ല. അങ്ങനെ ഏറ്റെടുത്തില്ല. അങ്ങനെ അത്തരം പ്രക്ഷോഭങ്ങൾ ഒരു നാട്ടിൽ നടത്തിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ ഒരു അടിസ്ഥാനം. അത് പറയുമ്പോൾ ഈ പറഞ്ഞ BJP ആണെങ്കിലും മറ്റു ഹിന്ദു സംഘപരിവാർ സംഘടനകളുടെയൊക്കെ പ്രവർത്തനം ഒരു പക്ഷേ അവിടെ ദുർബലമായിരുന്നിരിക്കാം. ഇപ്പോൾ BJP ഇപ്പോഴാണ് BJP പവറിലേക്ക് വരുന്നത്, 30% വോട്ടിലേക്കൊക്കെ വരുന്നത്. അതോടുകൂടി വന്നപ്പോൾ ആദ്യത്തെ അവസരം കിട്ടിയപ്പോൾ തന്നെ നിർണായകമായ തീരുമാനങ്ങളെടുത്തു. അതെ. പിന്നെ മറ്റിടത്താണെങ്കിൽ രേവന്ത് റെഡ്ഡി ഇപ്പം മഹാരാഷ്ട്രയിൽ പോയിട്ട് ഞങ്ങൾ 4% മുസ്ലിം സംവരണം നടപ്പാക്കി, മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നാലും ഞങ്ങൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിട്ട്. എനിക്ക് തോന്നുന്നത് അതും കേസ് വരാൻ സാധ്യത. ആന്ധ്രയിൽ റദ്ദാക്കിയിരുന്നു സുപ്രീം കോടതി. അതെ, കേസ് വരെ അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാഗ്ദാനം കൊടുക്കാൻ പാടില്ല. അത് മാത്രമല്ല, ആന്ധ്രയിൽ ഒരു പൈലറ്റ് പ്രൊജക്ട് റദ്ദാക്കിയിരുന്നു. അതെന്താന്ന് വെച്ചാൽ OBCയുടെ സംവരണം എടുത്ത് കുറച്ചിട്ട് മുസ്ലിങ്ങൾ സംവരണമാക്കുന്നതാണ്. അങ്ങനെയല്ലേ മഹാരാഷ്ട്രയിലും ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഈ പ്രചാരണ കാലത്ത് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തതും ശരിയായും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണല്ലോ ആന്ധ്ര. ഈ ആന്ധ്രയും അങ്ങനെ വിഭജിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അത് മൻമോഹൻ സിംഗ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറായിട്ടാണ് എല്ലാവരും കരുതുന്നത്. കോൺഗ്രസിന്റെ കൂടെ നിന്നോളും, അതെ, ചന്ദ്രശേഖർ റാവു എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ വിഭജിച്ചാണെന്ന് പറയുന്നു. എന്തായാലും ആ സ്ഥലത്തും ഈ കോൺഗ്രസിൻ്റെ മറ്റേ അജണ്ട ഉണ്ടല്ലോ, ന്യൂനപക്ഷ പ്രീണന അജണ്ട, അതാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനാണ് ആളുകൾ, ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഭയന്നിരുന്നതും. ഏതായാലും ആന്ധ്രയിൽ തിരുമല ദേവസ്ഥാനത്ത് വന്നിരിക്കുന്ന മാറ്റം ഗുണകരമാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് BJP വന്നാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, അമ്പലങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ BJP വന്നാലേ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. അതെ, ക്ഷേത്രങ്ങളൊക്കെ വളരെ സാത്വിക പ്രകൃതിയിൽ വേണം നടന്നു പോകാൻ. അത് ഏത് ക്ഷേത്രമായാലും കൊള്ളാം. അത് തിരുമല ദേവസ്വത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈ കാശ് അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കി ശുദ്ധീകരിച്ച് പുണ്യാഹം തെളിച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അത് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അതിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഏതായാലും ലഡു വിവാദം പോലും അദ്ദേഹമാണ് പുറത്തു കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ പന്നി നെയ്യുള്ള ലഡു ഭക്തന്മാർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാരിനെ തിരുപ്പതി ബാലാജി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.